അപ്പൊ ഇത് അങ്ങനെ ഒരു ആസൂത്രിതമാണോ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. ഒരാൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രതികരിക്കാനായിട്ട് ആളുകൾ, DCC പ്രസിഡന്റുമാരടക്കം. തൃശ്ശൂർ DCC പ്രസിഡന്റ് ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു DCC പ്രസിഡന്റൊക്കെ പച്ചയായിട്ട് ഇങ്ങനെ പ്രതികരിച്ച് തുടങ്ങുമ്പോൾ പിന്നെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരുപാട് പേര് ഇതിനകം പ്രതികരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് പ്രതികരിക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പ്രതികരിച്ചൂടെ? സ്ഥാനാർത്ഥികളടക്കം വൈശാഖ്, അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂര്, MP വിൻസെന്റ് അടക്കമുള്ള അങ്ങനെ DCCയിലെ മുൻ ഭാരവാഹികളും ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസും എല്ലാവരും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് തികച്ചും യാദൃച്ഛികമാണ്, ഒരു ആക്സിഡന്റ് കോയിൻസിഡൻസ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് എവിടെയോ ഒരു തുടക്കം കിട്ടി, പിന്നെ അതില് എല്ലാവരും കയറി അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാം. ഇനിയിപ്പോ എന്തായാലും ശ്രീ ജോർജ് കൂടി പറയും, കെ സുധാകരന്റെ നിലപാട് മാറ്റങ്ങൾ നോക്കുക. ആദ്യം തനിക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ മറ്റ് MP-മാർ കൂടി ആ ഡിമാൻഡ് വരുമെന്ന് കണ്ടുകൊണ്ട് സുധാകരന്റെ ആവശ്യം ഹൈക്കമാൻഡ് തള്ളുന്നു. ഇത് അതേ സുധാകരൻ തുടക്കത്തിൽ രമേശ് ചെന്നിത്തല വേണം എന്ന് പറയുന്നു. ഇപ്പോൾ അത് KC വേണുഗോപാലിലേക്ക് എത്തുന്നു. ഇതിലൊരു ഈ ടൈം ലൈനിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനകത്ത് സത്യം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഉത്തരവാദി VD സതീശനാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് VD സതീശനാണ് KPCC പ്രസിഡന്റ് സ്ഥാനം തെറിക്കാൻ കാരണമായത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളുമാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ മാറ്റാൻ കാരണമായതെന്ന് അന്ന് മുതലേ സുധാകരൻ വിശ്വസിക്കുന്നുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹം VD സതീശനെ കാണുന്നത്. പിന്നീട് VD സതീശന്റെ ശക്തനായ എതിരാളി, അതായത് ഒരു ഘട്ടത്തിൽ കെ സുധാകരൻ ഒരു ഘട്ടത്തില് കെ സുധാകരൻ വിചാരിച്ചിരുന്നത് KC വേണുഗോപാൽ ഈ മുഖ്യമന്ത്രി പോരാട്ടത്തിലേക്ക് ആ കളത്തിൽ വരില്ല എന്നാണ്. ആ ഘട്ടത്തിൽ പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം, ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്, അദ്ദേഹം രമേശിന്റെ പക്ഷത്ത് നിൽക്കുന്നു. മാത്രമല്ല ഡൽഹി ചർച്ചകളിലൊക്കെ അദ്ദേഹത്തെ നേരിട്ട് പോയി ഫ്ളാറ്റിൽ പോയി കാണാനും ആശ്വസിപ്പിക്കാനും അദ്ദേഹത്തിനെതിരെ ഒന്നും പറയാതിരിക്കാനും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒരു പരിധിവരെയൊക്കെ ന്യായീകരിക്കാനും ശ്രമിച്ചതും രമേശ് ചെന്നിത്തലയാണ്. ആ സമയത്ത് അദ്ദേഹം രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായൊരു നിലപാടെടുക്കും. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാകുന്നു രമേശ് ചെന്നിത്തല അല്ല കളത്തിൽ നിറയുന്നത്, KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ കുറെ കൂടി ശക്തനാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ അടുത്തൊക്കെ ഏറ്റവും സ്വാധീനമുള്ള ഒരാളാണ്. ഒരുപക്ഷെ KC വേണുഗോപാലിന്റെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാകാം അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിച്ചതും മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയൊക്കെ അദ്ദേഹത്തെ കണ്ടതുമൊക്കെ. അപ്പൊ ആ ഒരു കടപ്പാട് ഒന്ന് മലക്കം പറഞ്ഞാൽ പോലും പ്രശ്നമില്ല, തന്റെ നിലപാട് ആർക്കൊപ്പമാണ്, ശക്തരോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട്, അതായത് ചില ഉറപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ അന്ന് അറിഞ്ഞത്, പുറത്തു വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ കേരളത്തില് പ്രബലരായ രണ്ട് മത്സരാർത്ഥികൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പൊ കളം നിറയുന്നത് KCയും അതുപോലെ തന്നെ VD സതീശനാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തന്നെ പക്ഷം കൃത്യമായിട്ട് അങ്ങോട്ട് പറയുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഇതിനകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ സുധാകരന്റെ മാത്രമുള്ള ഒരു ഇതല്ല, അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുന്ന ആളുകളും ആ കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ നിലപാടുകളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്തായാലും ഇത് വലിയ ഒരു തർക്കവിതർക്കത്തിലേക്ക് പോയി ഒടുവിൽ പൗരം വെടിഞ്ഞ് VD സതീശൻ പോലും എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇതൊന്നും ഇതത്ര സുഖമായ ഒരു പോക്കല്ല. ഈ വോട്ടർമാരെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഏതായാലും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ കോൺഗ്രസ് വോട്ടുകൾക്ക് അപ്പുറത്ത് കുറേയധികം നിഷ്പക്ഷ വോട്ടുകൾ, ഒരു മാറ്റം ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരെ അല്ലാത്ത ഇടതുപക്ഷ ചായവുള്ള മനുഷ്യരുടെ എല്ലാം പിന്തുണ UDFന് വലിയൊരളവിൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരൊറ്റ കാരണം ആരെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവേ ഉള്ളൂ, അത് VD സതീശൻ എന്നുള്ളതാണ്. ആ വോട്ടുകളെല്ലാം എന്തായാലും മുഖ്യമന്ത്രി ആരെന്ന ചർച്ച കോൺഗ്രസിൽ സജീവമാകുമ്പോൾ അത് അണികളിൽ വല്ലാത്ത തരത്തിലുള്ള അസംതൃപ്തിയും രോഷവും ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം ചർച്ചയൊന്ന് അവസാനിപ്പിക്കുമെന്നാണ് പല സോഷ്യൽ മീഡിയ കമന്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.